ശരിയാണ്. ബില്ലാണ് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത്. ശ്വേത മേനോൻ ഇതാ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്രായാലും ശ്രീമതി രഞ്ജിനി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി രഞ്ജിനി, ഈ ഒരു പരാതി മാർട്ടിൻ മീനാച്ചേരി എന്ന അദ്ദേഹം ഇങ്ങനെ ഒരു പരാതിയുമായി വരുമ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടാണ്. ഇത് കാലങ്ങൾക്ക് മുൻപ് അഭിനയിച്ച പരസ്യം, സിനിമ, ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്കെതിരെ, അങ്ങനെയാണെങ്കിൽ അക്കമിട്ട് പറയണേ എത്രയോ നടിമാർക്കെതിരെ ഇദ്ദേഹം പരാതി കൊടുക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. അതാണോ അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്താണ് തന്നെ സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട്. ബിക്കോസ് ഇങ്ങനെ ഒരു പരാതി വന്നാക്ക AMMAയുടെ ബൈലോസ് പ്രകാരം ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇത് മനഃപൂർവ്വമാണ് അവർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ശ്വേത അതിൽ ഇലക്ഷനിൽ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് കുറെ ആൾക്കാർ ഉണ്ടാവും 100%. ബിക്കോസ് ഈ അറിയാതെ ആൾക്കാർ പോയി കോടതിയിലേക്ക് ഫയൽ ചെയ്താൽ ഇത്രയ്ക്ക് ഒരു സ്ട്രോങ് ജഡ്ജ്മെന്റ് വരുന്നെങ്കിലേ അതിൻ്റെ പുറയിലെ ആൾക്കാർ ഉണ്ട്. സോ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം ഇപ്പൊ ട്രൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. സോ ഡെഫിനറ്റ്ലി അത് ആദ്യം ഇയാൾ ആരാണ്, ഇയാൾ പുറയിൽ ആരാണ്, ഇയാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സത്യമായിട്ട് എല്ലാം തെളിവ് കിട്ടും. സോ എന്തായാലും എനിക്ക് വളരെ സന്തോഷം. ശ്വേത ഇത് കാരണം കൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ട്. 100% ഈ കേസ് എന്താ പറയാ ക്വാഷ് ചെയ്യാൻ പോവാന്ന്. ബിക്കോസ് ഇത് ബേസ്ലെസ് ആണ്. ഇങ്ങനെ ഒരു സംഭവം എപ്പോ അഭിനയിച്ച് സെൻസർ ചെയ്ത പടത്തിൽ അഭിനയിച്ചാണ് പുള്ളിക്കാരത്തി. അപ്പോ ഒരു ഇതുമില്ല. ഇപ്പോഴാണ് ഇപ്പൊ മത്സരിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് 11th മാർട്ടിനോട് ഇന്നലെ നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട. മാർട്ടിൻ പറയുന്നത് എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ഞാൻ ഇതിനൊക്കെ മുമ്പേ പരാതി നൽകിയതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ശ്വേതാ മേനോൻ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരവും ഈ മാർട്ടിന് പറയാനില്ല. അത് അങ്ങേരുടെ പുറയില് വേറെ ആൾക്കാരുടെ ഉണ്ടെന്നെ. അപ്പോ ഇയാള് ചുമ്മാ വെറുതെ ഒരു സ്കേപ്പ് കോട്ട് ആക്കുന്നു അല്ലേ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നന്നായി ശ്വേത ഈ കേസ് എടുത്തതില്. സോ എനിവേ ഇറ്റ് വിൽ ബി എന്താ ക്വാഷാവും പോവും, എനിക്ക് 100% ഷുവർ ആണ്. ആൻഡ് ഷീ ഷുഡ് പാർട്ടിസിപ്പേറ്റ്. ആ ഇലക്ഷനിൽ ജയിക്കണം, അതാണ് എന്റെ ആഗ്രഹം. കാരണം ലാസ്റ്റ് ഇയർ തൊട്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്, ആരെങ്കിലും AMMAയുടെ ഇതില് ലേഡിയാണ് വരേണ്ടത് ശരിക്കും. സോ ഇപ്പോഴും ആണുങ്ങൾക്ക് വളരെ എന്താ പറയാ, ദേ ഡോണ്ട് വാണ്ട് ടു ഗിവ് സ്പേസ് ഫോർ വുമൻ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഓരോ ഈവൻ സാന്ദ്ര തോമസിന്റെ